കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Praise to the name of the Lord. 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സ്ഥലത്തേക്ക് വരാനും നിങ്ങളെല്ലാവരെയും കാണാനും ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. I have great joy that I am able to come here after a gap of 10 years and to see you all. ഇവിടെ ഉള്ള സഹോദരന്മാരെല്ലാവരും വളരെ പരിചിതരാണെന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. I also rejoice in the fact that the brothers and sisters who are here are well known to me. അന്യോന്യമുള്ള സഹകരണവും സ്നേഹവും ബന്ധവും കഴിഞ്ഞ നാളുകളിൽ നമുക്ക് കർത്താവ് തന്നു. God gave us the fellowship among each other and between each other in the past few years. കർത്താവിൻ്റെ വലിയ കൃപയാൽ വേർപാട് വിശ്വാസ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു അതുല്യമായ അനുഗ്രഹമാണ് ഈ വലിയ സാഹോദര്യം എന്ന് പറയുന്നു. And this brotherhood is a great gift that God has given especially to the brethren Christian faith. സ്വന്തമാണ് എന്നുള്ള ഒരു ഉൾബോധം അന്യോന്യം ലഭിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ബന്ധമാണിത്. And this is a kind of fellowship where we have this acknowledgement where we feel that this is our own. ഇവിടെ നിൽക്കുമ്പോൾ നിരവധി നല്ല ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. And as I stand here, many sweet memories pass through my mind. അതെല്ലാം തന്നെ ഇപ്പോൾ പ്രസ്താവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. And I don't have the ability to mention all those things. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank God. ഞാൻ ഇന്ന് നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ ചെറിയ ഒരു ആലോചന പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. In the limited time that we have today, my desire is to consider a small thought and conclude after that. ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യപരിപാടിയാണ് ദൈവസഭ എന്ന് പറയുന്നത്. It is a blessed and a very important program of God, which is the Church of God. അതിന് തത്തുല്യമായ മറ്റെന്തെങ്കിലും കാര്യപരിപാടി ഭൂമിയിൽ ദൈവം ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't think there is any other program that God has instituted on earth that is its equal. സവിശേഷമായ ലക്ഷ്യങ്ങളോടുകൂടെ മാത്രം ദൈവം തയ്യാറാക്കിയ ഒരു കർമ്മ പദ്ധതിയാണ്. And this is a program of God that he instituted with very special purposes. ആ ലക്ഷ്യം സാധിച്ചെടുക്കുന്നിടത്ത് ദൈവഹൃദയം സന്തോഷിക്കുമെന്ന് മാത്രമല്ല നമുക്കും സന്തോഷകരമായ ഒരു ജീവിതം കഴിപ്പാൻ ഇടയാകും. And as that purpose is accomplished, not only is the heart of God rejoicing, but we will also have a joyful Christian life. ദൈവസഭ ദൈവഹൃദയത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. I had mentioned in the past that God, the Church of God, is a dream project of God. അത് പ്രായോഗികതയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ കർത്താവിലൂടെയാണ്. And that was made practical through our Lord Jesus Christ. കർത്താവിൻ്റെ മരണം, അവിടുത്തെ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ട് തിരുവെഴുത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. And the life and death of Christ is presented as a great challenge for us to live by. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവാണ്, അപ്പോൾ തന്നെ മാതൃകയും നമ്മുടെ കർത്താവാണ്. The purpose of our life is the Lord Jesus Christ, but at the same time the example that is set before us is also the Lord Jesus Christ. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ആയുസ്സല്ല ഈ ലോകത്തിലുള്ളത്. This life is not given to us to fulfill our own dreams. ദൈവഹൃദയത്തിന്റെ താല്പര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അതിൻപടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പരമമായ ഉദ്ദേശവും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. And what God desires of us and what his purpose is concerning us is to discern what God's will is and to go after that. ഒരു സ്ഥലം സഭ എന്ന നിലയിൽ ആ സ്ഥലം സഭയെക്കുറിച്ച് ചില പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ആ സഭയുടെ ഉത്തരവാദിത്തങ്ങളോ തിരുവെഴുത്തിൽ നമുക്ക് കാണാം. In the Bible we see mentions of the local church and how it should be and the purposes concerning that church. ദൈവസഭയെ സംബന്ധിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനമായ
പ്രഥമമായ കാര്യം കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ്. And the greatest purpose that's given to the local church is to worship the Lord Jesus Christ. ഒരു ആരാധനാ ജീവിതത്തിലേക്കാണ് നമ്മെ നമ്മുടെ കർത്താവ് ക്ഷണിച്ചിട്ടുള്ളത്. The Lord has invited us into a life of worship. എന്ത് വില കൊടുത്തും ആരാധനയെ ഗൗരവമായി കാണുക എന്നുള്ളത് ഒരു ഉത്തമ വിശ്വാസിയുടെ ലക്ഷണമാണ്. And a good believer's example would be to consider worship as his prime occupation. അതിനേക്കാൾ പ്രധാനമുള്ള മറ്റൊരു കാര്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലില്ല. There is nothing more important to a believer than that. അവന് ലഭിച്ച ഏറ്റവും വലിയ നന്മയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ആരാധനയിലൂടെ. And through worship he is giving thanks to the greatest gift that has been given to him. ദൈവം അവന് ചെയ്ത ഉപകാരം എന്ന് പറയുന്നത് ഈ ആയുസ് കൊണ്ട് അവസാനിക്കുന്നതല്ല. The benefit that God has given to this believer is not something that will be spent in this life. അത് ഭൗമികമായ അതിരുകളിലും അവസാനിക്കുന്നില്ല. It is not bound by the earthly bounds. ഈ ആയുസ് കൊണ്ടും അവസാനിക്കുന്നില്ല. It doesn't end with this life. അതിനും അപ്പുറത്തേക്ക് പോകുന്ന വലിയ ഉപകാരമാണ് അവിടുന്ന് നമുക്ക് ചെയ്തത്. What he has done, the benefit that he has done for us is something that extends beyond all that. ആ ഉപകാരം എന്ന് പറയുന്നത് അവിടുത്തെ ആരാധിക്കാൻ ലഭിച്ച ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. And that benefit is the freedom that he has given to worship him. അത് ആത്മരക്ഷയിലൂടെ നാം കൈവരിച്ച കാര്യമാണ്. We have obtained that through the salvation of our soul. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് സൗജന്യമായിട്ട് ലഭിച്ചു. The salvation that we received is free to us. ഒരു വ്യക്തിക്കും അത് വില കൊടുത്തു വാങ്ങാൻ കഴിയുമായിരുന്നില്ല. No person can pay money to buy it. അതുകൊണ്ടാണ് അത് സൗജന്യമാക്കിയത്. That is why it's free. ഏത് മനുഷ്യനും രക്ഷ പ്രാപിക്കുക എന്ന ഉദ്ദേശം, ലക്ഷ്യം ദൈവഹൃദയത്തിനുണ്ട്. God's heart desires that every man should be saved. അങ്ങനെ ആത്മരക്ഷ പ്രാപിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രക്ഷയ്ക്കുള്ള നന്ദി പ്രകടനമാണ് ആരാധനയായിട്ട് മാറുന്നത്. And those who have received the salvation in turn worship God, and that is an overflow of their heart. ആരാധന എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു അനുഭവമാണ്. The worship is an individual experience. അത് സഭയായും ചെയ്യാവുന്നതാണ്. It is also something that can be done in a corporate way. അതിന് പ്രത്യേകമായ ഒരു ഇടമൊന്നും നിഷ്കർഷിച്ചിട്ടില്ല. There is no particular place prescribed for it. അത് ഭവനത്തിലിരുന്ന് നമുക്ക് ആരാധിക്കാം. It is something that can be done at home. ദൈവസഭയ്ക്ക് ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കാം. The church of God can come together in a place and worship. ആരാധന ആത്മാവിൽ അർപ്പിക്കുന്ന ഒരു ജോലിയാണ്. It is something that we offer in the spirit. ദൈവ ഹൃദയത്തിന് നമ്മോട് കാട്ടിയ ഉപകാരങ്ങളുടെ സ്മരണയിൽ നമ്മിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളാണ് ആരാധന എന്ന് പറയുന്നത്. It is the praises and thanksgiving that rises from our heart as a response to what God has done for us. തുടർമാനമായ ഒരു ആരാധനാ ജീവിതത്തിലൂടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം ദൈവഹൃദയവുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. And the advantage that comes as a result of a continued life of worship is that we will be joined together with God. ആരാധന ആത്മാവിൽ അർപ്പിക്കുന്ന കാര്യമാണ്. Because worship is something that we offer in the spirit. ദൈവ ആത്മാവായതുകൊണ്ട് നാം അർപ്പിക്കുന്ന ആരാധനയും ആത്മാവിലാണ്. And because God is spirit, the worship that we offer unto him is also in the spirit. നമ്മിലെ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോടുകൂടെ ആത്മാവായ ദൈവത്തിന് അർപ്പിക്കുന്ന ആ സ്തുതി സ്തോത്രങ്ങളാണ് ആരാധന എന്ന് പറയുന്നത്. It is the praise and thanksgiving that our spirit offers to God who is spirit. നമുക്കറിയാം, നാം ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ തോറും ആ കൃത്യം ചെയ്തു വരുന്നവരാണ്. We are those who come together on the first day of the week and do this. ഇതര വിഭാഗങ്ങളെ അപേക്ഷിച്ച് വേർപാട് സമൂഹത്തിന്റെ ആരാധന എന്ന് പറയുന്നതിന് ചില നിസ്തുല്യമായ അനുഭവങ്ങൾ തന്നെയുണ്ട്. And in comparison to other groups, the brethren way of worship is not equal to others. ദൈവസഭയെ സംബന്ധിച്ച് രണ്ടാമത്തെ പ്രധാന ദൗത്യങ്ങൾ ആയിട്ട് ദൈവഹൃദയത്തിന് താല്പര്യമുള്ളത് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. And of secondary importance in the purposes that God has for a local church is evangelism. നാം രക്ഷിക്കപ്പെട്ടത് സുവിശേഷം വഴിയാണ്. We have come to faith through the gospel. ആ സുവിശേഷത്തിന് മാത്രമേ വ്യക്തികളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. Only the gospel can save people. യേശുക്രിസ്തു ഏക വഴിയാണെന്നുള്ളതാണ് സുവിശേഷം. The gospel in one word or one sentence is to say that Jesus Christ is the only one way. വിശ്വാസം മാത്രമായിട്ട് ക്രിസ്തുവിലൂടെ
അർപ്പിക്കുന്ന ആ ശരണമാണ് രക്ഷയിലേക്ക് ഒരാളെ നയിക്കുന്നത്. And it is coming to Christ alone that one person would accomplish salvation. ദൈവവചനത്താലാണ് ഒരാൾ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരുന്നത്. It is through the word of God that person comes to salvation. അതിന് നമ്മുടെ വിശ്വാസം മാത്രമേ അടിസ്ഥാനമായിരിക്കുന്നുള്ളൂ. And the basis for that is our faith alone. ഈ ക്രിസ്തു മാത്രം, വചനം മാത്രം, വിശ്വാസം മാത്രം എന്ന ആ സത്യം മുറുക്കെ പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. Christ alone, the word alone, and faith alone, we hold on to these truths very strongly. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവഹൃദയത്തിന്റെ താല്പര്യം. God's desire is that everyone should be saved. ആ സുവിശേഷം ദൈവസഭയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. And that gospel has been handed over or entrusted to the church. നാം സുവിശേഷം അറിയിക്കണം. We should let the gospel be known. അത് ഭൂമിയുടെ അറ്റത്തോളം നിവർത്തിക്കേണ്ട ഒരു ജോലിയാണ്. And it is something that we should carry to the ends of the world. അതിന് സമയപരിധിയില്ല. There is no limit on time for that. യാതൊരു വിധമായ അതിരുകളും സുവിശേഷത്തോട് ബന്ധപ്പെട്ടില്ല. And there are no boundaries that the gospel is bound by. നാം സുവിശേഷത്താലാണ് രക്ഷിക്കപ്പെട്ടത്. We came to faith through the gospel. നമുക്ക് ലഭിച്ചത് നിത്യജീവനും പാപക്ഷമയുമാണ്. And what we received was eternal life and forgiveness of sins. ഈ സുവിശേഷത്തിലൂടെയാണ് നാം കർത്താവിന്റെ വകയായത്. And it is through this gospel that we became God's own. നമ്മുടെ ന്യായവിധി നീങ്ങിപ്പോയതും ഈ സുവിശേഷത്തിലൂടെയാണ്. And our judgment was passed because of this gospel also. ഈ സുവിശേഷം അറിയിക്കുന്ന വലിയ ദൗത്യം ദൈവസഭയെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. And God has entrusted this great purpose, great job of carrying this gospel to the world. ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങളിൽ രണ്ടാമത്തേത് ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. The secondary purpose of a local church is evangelism, as I mentioned. സഭ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒന്നാണ് സുവിശേഷവൽക്കരണം. And this is something that should be it should be considered as considered of much importance by the church. ആ സുവിശേഷത്തിലൂടെയാണ് ദൈവസഭയുടെ വളർച്ചയും നിദാനപ്പെട്ടിരിക്കുന്നത്. And it is through this gospel that the church also sees its growth. മറ്റൊന്ന് ദൈവവചനം പഠിപ്പിക്കണമെന്നുള്ളതാണ്. Thirdly, the purpose is the teaching of God's word. ആരാധന പ്രധാനപ്പെട്ട കാര്യമാണ്. Worship is very important. സുവിശേഷ വേലയും ഗൗരവമുള്ള കാര്യമാണ്. Evangelism is also very important. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പഠനം എന്ന് പറയുന്നത് വിശ്വാസികളെ ശക്തരാക്കി തീർക്കുന്ന ഒരു കാര്യമാണ്. But the study of God's word is something that makes the believers strong. വചനത്തെ എത്രമാത്രം കണ്ടെത്തി ഭക്ഷിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ ആത്മീക ആരോഗ്യം നിലനിൽക്കുന്നത്. The spiritual health of a person is found in how much word they understand. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിച്ച് പഠിപ്പിക്കണം, കൊടുക്കണമെന്നാണ് തിരുവെഴുത്ത്. The Bible says that the true word should be rightly divided and given to the people. വചനം പഠിക്കുന്ന ആളുകൾ പഠിപ്പിക്കുന്നവരോടുള്ള കടപ്പാടും തിരുവെഴുത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. And also the obligation that the learners have towards the teachers is also mentioned in the word of God. വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശ രൂപങ്ങൾ പഠിക്കുക എന്ന് മാത്രമല്ല. The learning of God's word is not only to study the doctrines of faith, ഗുരുവിനെ അറിയുക എന്ന് കൂടെയുണ്ട്. but it's also to learn the teacher. വചനം അറിയുക എന്ന് പറഞ്ഞാൽ To know the word of God നമ്മുടെ കർത്താവിനെ അറിയുക എന്ന് തന്നെയാണ്. is also to mean to know the Lord Jesus Christ. കർത്താവ് ഭൂമിയിൽ വന്നുവെന്നും ഇവിടെ 33 വർഷക്കാലം ജീവിച്ചിരുന്നുവെന്നും അവൻ മരിച്ചുവെന്നും പറഞ്ഞുള്ള അത്രയും പരിമിതമായ അറിവുകളിൽ ഒതുങ്ങേണ്ടതല്ല ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. The knowledge concerning the Lord Jesus Christ should not be limited to the fact that he came to this world, he lived 33 years here, and he died and he rose again. കർത്താവിനെ കുറിച്ചു കുറെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതല്ല. It's not to know a few things concerning Christ. അതിലപ്പുറമായിട്ട് ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറുന്ന ഒരു ജീവിതം, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. But beyond that, Christ becoming an experience of our own lives, that is what's important to us. വചനം ആ നിലയിൽ അറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. We should be able to learn the Bible, to understand the Bible, and to meditate the Bible in that way. നമ്മുടെ കർത്താവ് എങ്ങനെയാണ് ഈ ഭൗമ ജീവിതത്തിൽ വർത്തിച്ചതെന്നുള്ളത് കൃത്യമായ ഒരു പരിശോധന നാം നടത്താൻ ഇത് സഹായിക്കും. And it will help us to
clearly understand and survey how our Lord conducted himself while he was on this earth. കർത്താവിൻ്റെ ജീവിതം നമ്മിൽ പകർത്തുക എന്ന ഒരു ലക്ഷ്യം കൂടെ വചനപഠനം കൊണ്ടുണ്ട്. And it is also to impress the life of our Lord upon our own life. നാലാമത്തെ കാര്യം Fourthly, സഭയുടെ പ്രാർത്ഥനാ ജീവിതമാണ്. it is the prayer life of the church. ദൈവസഭയ്ക്ക് കർത്താവിനോടുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ഒരു രംഗമാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്. The avenue in which we come to understand the relationship that the church has with God is the avenue of prayer. വിശ്വാസി അവന്റെ ആത്മീക ജീവിതം ആരംഭിച്ചത് ഒരു പ്രാർത്ഥനയിലൂടെയാണ്. The believer starts his spiritual life with a prayer. എന്തായിരുന്നു ആ പ്രാർത്ഥന? What was that prayer? ആദ്യമായിട്ട് സ്വർഗം സ്വീകരിച്ച പ്രാർത്ഥന, The first prayer that heaven accepted. ഒരേ ഒരു പ്രാർത്ഥന, One prayer. ഒരു പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ആത്മീക ജീവിതം ആരംഭിച്ചത്. That prayer, it was through that one prayer that our spiritual life started. കർത്താവേ രക്ഷിക്കണമേ എന്നുള്ളതായിരുന്നു. Lord, save me. That was that prayer. ഞാൻ പാപിയാണെന്നുള്ളത് മാത്രമല്ല, It is not only to say that I am a sinner. ആ കർത്താവിന്റെ അത്ഭുതകരമായ രക്ഷിപ്പിൻ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് ഉറച്ച നിലവിളിയോടുകൂടെ നാം കഴിച്ച ആദ്യ പ്രാർത്ഥന, കർത്താവേ എന്നെ രക്ഷിക്കണമേ. Acknowledging that he alone is able to save us, the cry of our hearts was to save me, Lord, save me. ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ രക്ഷയിലേക്ക് നമ്മെ നയിച്ചത്. And it is this prayer that led us to our salvation. എന്നാൽ തുടർമാനമായ പ്രാർത്ഥനയിലൂടെയാണ് ഈ ഭൂമി ജീവിതത്തിൽ നമ്മുടെ രക്ഷ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് കഴിയുന്നത്. But it is through our continued prayer that we are able to lead our lives in this world. ഞാൻ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചല്ല ഇപ്പോൾ പറഞ്ഞത്. I was not talking about the salvation of our soul. അനുദിന ജീവിതത്തിന്റെ ആത്മീക രക്ഷ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. I am talking about the salvation. ആത്മാവ് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതാണ്. The soul has been saved already. നാം ദിനംതോറും ജീവനിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. And we are being saved each day through our lives. നമ്മുടെ ശരീരം ഒരു നാൾ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. And one day our bodies will be saved. അനുദിന ജീവിതത്തിലെ നമ്മുടെ രക്ഷയെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. I'm talking about the daily salvation that we have. പ്രാർത്ഥനയിലൂടെ എന്താണ് സാധിക്കുന്നത്? What will be accomplished through prayer? ദൈവത്തിന്റെ സർവ്വശക്തിയെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. We are acknowledging the omnipotence of God. നമ്മുടെ പരിമിതികളെ നമ്മൾ സമ്മതിച്ചു We കൊടുക്കുകയാണ്. are acknowledging the limitations that we have. ദൈവത്തിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ടെന്ന് ദൈവത്തോട് പറയുകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. We are telling God that we need his help. എന്നെ ദൈവത്തിന്റെ സഹായം കൂടാതെ എനിക്ക് വിജയകരമായ ഒരു ആത്മീയ മുന്നേറ്റം സാധിക്കയില്ല എന്ന് പറയുകയാണ് We പ്രാർത്ഥനയിലൂടെ. are saying that without God's help I cannot advance my spiritual life. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ വചന പഠനങ്ങളിലൂടെയൊക്കെ നിരവധി തവണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. And these things we have considered through our word study over the years. ദൈവസഭയുടെ ആരാധനാ ജീവിതവും The worship life of the church, സുവിശേഷ വേലയും the evangelism, വചന പഠിപ്പിക്കലുകളും the study of the word, പ്രാർത്ഥന അനുഭവവും and also the experience of prayer. വളരെ ഗൗരവമുള്ള കാര്യമാണ്. These are very important things. അതോടനുബന്ധിച്ച് ഒരു ചെറിയ ആലോചന കൂടെ ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Related to this, I also want to share one other thing that I was able to discover as the purpose of the church. ദൈവസഭയ്ക്ക് ഒരു സാമൂഹിക ഉത്തരവാദിത്തമുണ്ട്. The church of God also has a responsibility to the community. ഒരു സമൂഹത്തിൽ ആണ് നമ്മെ അവിടുന്ന് ആക്കിയിരിക്കുന്നത്. God has placed us in a community. ഇവിടെ നിന്ന് സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടില്ല. God has not retrieved the church from here into heaven. കർത്താവിന്റെ മടങ്ങി വരവ് വരെ ഇവിടെ ദൈവസഭ ഉണ്ടായിരിക്കും. Until the coming of the Lord Jesus Christ, the church of God will be here. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം മുൻപ് പറഞ്ഞ 4 കാര്യങ്ങൾ പോലെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. As it relates to the church, just like the 4 things that I mentioned, a 5th thing of similar importance is our obligation to the community that we exist in. നമുക്കറിയാം ദൈവസഭ കർത്താവിനെ ലോകത്തിന് പ്രതിനിധാനം ചെയ്യുകയാണ്.
As we know, the church of God represents God before the world. കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. We are introducing the Lord before the world. കർത്താവ് വഴി എന്തെല്ലാം സാധ്യതകൾ ഉണ്ടെന്ന് ലോകത്തോട് പറയുകയാണ് ദൈവസഭയുടെ ജോലി. Our job is to tell the world what all things can be accomplished because of a relationship with the Lord. സമൂഹത്തിന് ക്രിസ്തുവിനെ സമ്മാനിക്കാൻ ദൈവം നമ്മെ ഇവിടെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ചുമതലപ്പെടുത്തിയിരിക്കുന്നു. God has made us responsible to introduce to the community the great gift of the Lord. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവോന്മുഖമായ ഒരു ജീവിതമുണ്ട്, അപ്പോൾ തന്നെ അവന് മനുഷ്യോന്മുഖമായ ഒരു ജീവിതവുമുണ്ട്. When a believer is concerned, that person has a life that faces God, but also he has a responsibility to his people. ദൈവോന്മുഖമായ ജീവിതത്തിൽ നിന്നാണ് ആരാധനയും പ്രാർത്ഥനാനുഭവവും വചനപഠനവും കൂട്ടായ്മയും സുവിശേഷ വേലയും ഒക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. You can say that it is in his relationship with God that all these things that we mentioned, prayer and evangelism and fellowship and the study of the word of God, all those flow from that aspect. എന്നാൽ മനുഷ്യോന്മുഖമായ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ ഉണ്ടെങ്കിലേ പറന്നു വരാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്നാണ് മനുഷ്യോന്മുഖമായ ഉത്തരവാദിത്തങ്ങൾ. And the other side of it, just like the two wings of a bird, is the responsibility or the relationship that this believer has with other people. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ജീവിതവും ശുശ്രൂഷയും എങ്ങനെയായിരുന്നുവെന്ന് പരിശോധിക്കുന്നത് നല്ല കാര്യമാണ്. It is a good thing for us to consider how the Lord's life was when he was on this earth. കർത്താവ് എല്ലായ്പ്പോഴും മനുഷ്യന്റെ ആവശ്യങ്ങളെ കണ്ടിട്ട് പുറംതിരിഞ്ഞു പോയിട്ടില്ല. Our Lord never turned his back on the needs of people. എല്ലായ്പ്പോഴും മനുഷ്യനോട് സഹതാപമുള്ള ഒരു ഹൃദയവുമായിട്ടാണ് നമ്മുടെ കർത്താവ് ജീവിച്ചത്. Our Lord lived his life with abundance of compassion to everyone. കർത്താവിന്റെ അടുക്കലേക്ക് വന്ന ആളുകളെല്ലാം പ്രശ്നങ്ങളുമായിട്ട് വന്ന ആളുകളാണ്. Everyone who approached the Lord Jesus Christ came with problems. അവിടെയെല്ലാം പരിഹാരങ്ങളുമായിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. And they all returned with their problems solved. ഒരു നാടിന്റെ പരിഹാരമായി മാറുക സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. And God's purpose concerning the church is that we become the solution to the problems of the community. നാം ഒരു ഭവനം എന്ന് പറയുന്നത് ദൈവസഭയുടെ ഏറ്റവും ചെറിയ ഒരു രൂപമാണ് അല്ലെങ്കിൽ ഘടകമാണ്. The family is the smallest unit of the church. ആ ഭവനത്തിനുമുണ്ട് വലിയ ഉത്തരവാദിത്വം. And this family also has a lot of responsibilities. കർത്താവിന്റെ ഹൃദയം പ്രാപിക്കുന്നതോടുകൂടെ നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അവന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുന്നവരായി മാറും. And as we obtain the mind of God, mind of Christ, our responsibility is to please the Lord by doing what he desires. മറ്റുള്ളവരെ കരുതുക, അവരുടെ ഭാരങ്ങളെ അറിയുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുക, അവർക്കൊപ്പം നിൽക്കുക, ധൈര്യം പകരുക, അവരെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്ന ആ വലിയ ദൗത്യം കർത്താവ് ചെയ്തതാണ്. നാം അത് ചെയ്യാൻ ആവശ്യമുണ്ട്. And the great responsibility that the Lord did and has been given to us is to do these various things to the people among us, to take care of them, to work among them, to meet their needs, to make them laugh, to help them in any way possible. രണ്ട് വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. I want to consider two verses for our consideration. ആദ്യമായിട്ട് നമുക്ക് പ്രവർത്തികളുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. First of all, let's turn to the Acts of the Apostles, chapter 6, verses 1 and 2. 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. Chapter 6, verses 1 and 2. Now in those days, when the number of the disciples was multiplying, there arose a complaint against the Hebrews by the Hellenists, because their widows were neglected in the daily distribution. Then the 12 summoned the multitude of the disciples and said, "It is not desirable that we should leave the word of God and serve tables." 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഒരു ബന്ധത്തിലുണ്ടായ ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. This is an issue that arose as in relation to the early church. കർത്താവിൻ്റെ
സുവിശേഷം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. The gospel of the Lord Jesus Christ is going out in extensive manner. സുവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട ധാരാളം ആളുകൾ മുൻപോട്ട് വരുവാനിടയായി. And many who were attracted by the gospel is coming forward. ആ മുന്നോട്ട് വന്ന ആളുകളിൽ തന്നെ വളരെയേറെ ആളുകൾ കഠിനമായ പ്രതിസന്ധികൾ നേരിടുകയുണ്ടായി. And many who came forward had to face very serious difficulties. സുവിശേഷ നിമിത്തം കൊല്ലപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ടായി. There were many who were murdered or killed for the gospel. അതുപോലെ തന്നെ സുവിശേഷം സ്വീകരിച്ചതിലൂടെ ദാമ്പത്യങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിട്ട് ഭാര്യമാരെ ഉപേക്ഷിച്ചു പോയ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു പോയ ഭാര്യമാർ ഒക്കെയുള്ള ഒരു സമൂഹമായിട്ട് അത് മാറി. And also it became a community where marriages were affected for the sake of the gospel, where the wife had to leave the husband or the husband had to leave the wife. ദൈവസഭ ആ കാലത്ത് നേരിട്ട ഏറ്റവും വലിയ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നതും ഈ വിധവമാരോടുള്ള ബന്ധത്തിലായിരുന്നു. And one of the primary issues that the early church had to deal with at that time was in relation to these widows. ദൈവസഭ എന്താണ് ചെയ്തത്? What did the church of God do? അവരെ സംരക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. They decided to protect these widows. ആ വിധവമാരെ അവരുടെ സങ്കടങ്ങളിൽ അവർക്കൊപ്പം നിൽക്കാനായിട്ട് ദൈവസഭ തീരുമാനിക്കുകയാണ്. The church of God decided to stand with them in their time of trouble. സകലവും പൊതുവക എന്ന് എണ്ണുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. This is a time when they considered all their possession to be of common good. അതുകൊണ്ട് തന്നെ ദൈവസഭ അതിന്റെ ഭൗമിക കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം ഏറ്റെടുത്തതുകൊണ്ട് അവർക്ക് യോഗ്യമായ നിലയിൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ സാധിക്കുമായിരുന്നു. And because the ownership of these things belonged to the church, they were able to amply supply for the needs of these widows. ഈ വലിയ സത്യം മറ്റുള്ളവരെ സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ധൈര്യം പകരുക, ഒപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ കർത്താവ് അവർക്ക് മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തതാണ്. And this example of standing by them, to care for them and to meet their needs is something that the Lord Jesus Christ showed to them by example. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് ദരിദ്രരെ ഓർത്തുകൊള്ളണമെന്നാണ്. Our Lord told his disciples to remember the poor. ദരിദ്രർ നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ടല്ലോ എന്നാണ്. And he said, the poor you will have with you always. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. And we also see that he said it is blessed to give than to receive. കർത്താവ് ഇത് കേവലം പുതിയ നിയമത്തിന്റെ മാത്രം ഭാഗമായിട്ട് പ്രസ്താവിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. And this is not something that is just mentioned as part of the New Testament. പഴയ നിയമ ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എല്ലാം ഈ നിലയിലുള്ള വലിയ പിന്തുണ ആളുകൾക്ക് നൽകുന്നത് നമുക്ക് കാണാം. When we go into the Old Testament, we also see the same type of support being given to God's people. മുന്തിരിയുടെ കുല അറുത്ത് എടുത്ത് ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് അതിൽ പൊഴിഞ്ഞു വീഴുന്നവയൊന്നും തിരികെ വന്ന് പെറുക്കാൻ അനുവാദമില്ല. The law says that as you harvest the grapes and the grapes that fall, you are not supposed to take it because you are to leave them for the poor. ഒലിവ് കുലുക്കി അതിന്റെ കായ പെറുക്കുമ്പോൾ അവസാനമായിട്ട് പൊഴിഞ്ഞു വീഴാത്തത് പറിക്കാതെ ഇട്ടേക്കണമെന്നാണ്. And as you shake the olive tree to get the olives, you should leave some, the last ones there, for the poor. വയല് കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ വയലിന്റെ അരികുവശം കൊയ്യരുത്. And as you harvest your grain, the edges should be left unharvested. കറ്റ കെട്ടുമ്പോൾ കുറച്ച് പുറത്തു പോയെങ്കിൽ അത് പിന്നീട് പെറുക്കി കെട്ടാനായിട്ട് തയ്യാറാകരുത്. As you make stocks of these grains, and if a few fall off, you should not pick them back up. കറ്റയെല്ലാം കെട്ടി ചുമന്ന് കൊണ്ടുപോകുമ്പോൾ ഒടുവിൽ ഒരു കറ്റ അവിടെ അവശേഷിച്ചെങ്കിൽ തിരികെ വന്ന് എടുക്കരുത്. And if you miss a stalk of grain as you carry these things, you shouldn't go back and get that. അവിടെ ഇതെല്ലാം പെറുക്കാനും ഉപയോഗപ്പെടുത്താനും കുറച്ച് പരദേശികളും അനാഥരും വിധവമാരും ഉണ്ടെന്ന് ന്യായപ്രമാണം ഓർമ്മിപ്പിക്കുക. Because the law reminded that there were some foreigners and widows and orphans who would come to pick these things and be benefited by these things. ഒരു സമൂഹം ഒന്നടങ്കം തൃപ്തിയോടും സന്തോഷത്തോടും കൂടെ സമാധാനപൂർവ്വം ജീവിക്കുന്നതിന് വേണ്ടി ഉള്ള
ദൈവിക ക്രമീകരണമാണ്. And this was a framework that God designed so that a community as a whole will live happily and satisfied. മോവാബിൽ നിന്ന് രൂത്ത് ബേത്ലഹേമിൽ വന്നത് നമുക്കറിയാം. We know how Ruth came from Moab to Bethlehem. വളരെ നിരാശയോടുകൂടെയാണ് ആ ബേത്ലഹേമിലേക്ക് ഇപ്പോൾ അവൾ വരുന്നത്. She came with great sadness and heaviness of heart. വലിയ ദുഃഖഭാരം അവൾക്കുണ്ട്. There is much heaviness of heart that she has. സന്തോഷകരമായതെന്ന് പറയാനായിട്ട് ഇപ്പോൾ കൂടെ ഒന്നുമില്ല. She has nothing that is good or joyful in her life. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു അമ്മാവിയമ്മയാണ് കൂടെയുള്ളത്. She has a mother-in-law who is old. ഭർത്താവില്ല. No husband. കൂടെ ഉണ്ടായിരുന്ന ഓർപ്പ വിട പറഞ്ഞു പോയി. And Orpah, who was along with her, she went away. 10 വർഷത്തോളം കൃഷി ചെയ്യാതെ കിടക്കുന്ന ഒരു മണ്ണിലേക്കാണ് അവൾ വരുന്നത്. And she comes to a land that has not been cultivated for over 10 years. അവൾക്കൊരു വീണ്ടെടുപ്പുകാരനെ കുറിച്ചൊന്നുമുള്ള യാതൊരു വിദൂര ചിന്ത പോലും ഹൃദയത്തിലൂടെ കടന്നു പോകുന്നില്ല. She doesn't even have a distant thought of a redeemer, a kinsman redeemer or anything like that. കടുത്ത നിരാശയും പരിഭ്രമവുമാണ് അവൾക്കൊപ്പമുള്ളത്. She has depression and sadness in her mind. ഇന്ന് കഴിക്കേണ്ട ആഹാരത്തെക്കുറിച്ചുള്ള ആശങ്ക അവളെ ഭരിക്കുന്നുണ്ട്. All she has is the worry of what she will eat for that day. അവൾ ബേത്ലഹേമിലെത്തി. She came to Bethlehem. നേരെ അമ്മാവിയമ്മയോട് അനുവാദം ചോദിച്ച് യവക്കൊയ്ത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വയലിലേക്ക് അവൾ പോവുകയാണ്. And after receiving permission from her mother-in-law, she goes to the field in which barley is harvested. വീട്ടിൽ അല്പസമയമേ ഇരുന്നുള്ളൂ എന്നാണ് വായിക്കുന്നത്. And we see that she only tarried at home a little while. അവൾ വയലിലേക്ക് പോയി. She went to the field. ആ വയൽ അവൾക്ക് നൽകിയ സ്വാഗതം എന്ന് പറയുന്നത് അവളെ അത്ഭുതപ്പെടുത്തി. And that welcome, the welcome that she received in that field was something that astonished her. അങ്ങനെ ഒരു പ്രമാണം ദൈവം ബോവസ് അടങ്ങിയ ഇസ്രായേൽ ജനത്തിന് ബേത്ലഹേമിൽ പാർക്കുന്ന ആളുകൾക്ക് നൽകിയതിലൂടെയാണ് ആത്മഹത്യയിൽ നിന്ന് ആ 2 ജീവിതങ്ങൾ രക്ഷപ്പെട്ടത്. And it is because of this provision that God had given to Israelites, who Boaz was a part of, that prevented Ruth from taking her own life. അന്ന് വൈകുന്നേരം അവൾക്ക് ലഭിച്ച ആ യവത്തിന്റെ പെറുക്കിയെടുത്ത യവത്തിന്റെ അളവ് എന്ന് പറയുന്നത് 6 ഇടങ്ങഴിയായിരുന്നു. And that what she received in terms of the harvest of barley was 6 measures. ഈ 6 ഇടങ്ങഴിയോളം അളവുമായിട്ട് ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അമ്മാവിയമ്മയുടെ മുഖം തെളിഞ്ഞു എന്ന് മാത്രമല്ല വലിയ സന്തോഷമുണ്ടായി. She takes this harvest to the mother-in-law and her face just shone. ഈ വിധ അനുഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവൾ നവമി ബേത്ലഹേമിലേക്ക് പോയത്, മോവാബിലേക്ക് പോയതെന്ന് നമുക്കറിയാം. We know that Naomi left these kinds of blessings to go back to Moab. മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ ഈ പ്രമാണം പാലിക്കപ്പെട്ടതിലൂടെ ഒരു ഭവനത്തിന്റെ വലിയ സന്തോഷം ഇപ്പോൾ നമ്മൾ കാണുകയാണ്. And through Moses keeping this law and these provisions, we see a whole family being saved. നമുക്ക് വലിയ ഉത്തരവാദിത്വം ഈ ആയുസ്സിൽ ഉണ്ട് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. I am reminded that we have great responsibilities given to us in this life. കർത്താവിന്റെ അടുക്കലേക്ക് വന്ന ആളുകൾ നമുക്കറിയാം ഏത് നിലകളിലൊക്കെയുള്ള ആളുകളായിരുന്നു. We know how varied backgrounds were of the people who came to the Lord. ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന ആളുകളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. We read that he had compassion on those people who had nothing to eat. ആദമിനെ ദൈവം തോട്ടത്തിലാക്കുമ്പോൾ ദൈവം ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മനോഹരമായ ഫലസമൃദ്ധമായ ഒരു തോട്ടം ഉണ്ടാക്കി അവിടെയാണ് ആദമിനെ ആക്കിയത്. When Adam was placed in the garden, the first thing that God provided for him was a fruitful garden for his sustenance. മനുഷ്യന്റെ ഭക്ഷണ കാര്യത്തിൽ അതീവ ശ്രദ്ധയുള്ള ആളാണ് ദൈവം. God is someone who is very interested in the food provisions of man. നമ്മുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ കേവലം ആഹാരം മാത്രമല്ല.
our food is not just the physical food. അനേക നിലകളിലുള്ള വിശപ്പ് മനുഷ്യനുണ്ട്. There are many types of hunger that a person experiences. സ്നേഹത്തിന് വേണ്ടി വിശക്കുന്നവരുണ്ട്. There are people who are hungry for love. കരുതലിന് വേണ്ടി വിശക്കുന്നവരുണ്ട്. There are people who are hungry for care. ചേർത്തുപിടിക്കലിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്. There are people who thirst for an embrace. ഒരു സാന്ത്വനത്തിന്റെ വാക്കിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. There are those who desire for a word of comfort. അതെല്ലാം നൽകുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയ കാര്യമാണ്. And the Lord desires that we would provide those needs. ദാവീദിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ മിക്കവാറും ഈ കർത്തൃദിനങ്ങളിലൊക്കെ ഇവിടെ അധികം ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല, മെഫീബോശത്തിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. Oftentimes on the Lord's Day we consider the account of Mephibosheth. 2 ശമൂവേൽ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മെഫീബോശത്തിന്റെ കാര്യം ദാവീദ് പറയുകയാണ്. In 2 Samuel chapter 9 we read of the account of Mephibosheth and David. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ദാവീദ് അന്വേഷിക്കുകയാണ്. David is inquiring whether there is anyone remaining in the family of Saul to whom he may have mercy. ദൈവത്തിന്റെ ദയ കാണിക്കുകയാണ്. To show God's mercy. ആർക്കാണ് കാണിക്കുന്നത് നമുക്കറിയാം. We know who he is showing it unto. ശത്രു കുടുംബത്തോടാണ്. It is to the family of his enemy. മിത്രങ്ങളോടല്ല. It is not to his friends. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. That is why we read in the scriptures, if your enemy is hungry, then give him to eat. ശത്രുവിന് ദാഹിക്കുന്നെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. If your enemy is thirsty, then provide for his drink. ദൈവത്തിന്റെ ദയ ദാവീദ് ഇങ്ങനെ കാണിക്കുകയാണ്. In this manner David is showing his care. മെഫീബോശത്തിന്റെ യോഗ്യതയൊക്കെ നമുക്കറിയാം. We know the qualifications of Mephibosheth. അവന്റെ രണ്ടു കാലും മുടന്തായി പോയി. Both his legs were lame. അവന് നടക്കാനുള്ള ഒരു സാധ്യത. There was no chance by which he would walk. വലിയ ബാധ്യതയായിട്ട് മാറും ഇവൻ. And he would become a great liability. രാജാവിന്റെ കൊട്ടാരത്തിൽ ഈ മെഫീബോശത്തിന്റെ ജീവിതം വളരെ പ്രയാസകരമായി മാറാൻ സാധ്യതയുണ്ട്. And his life in the palace of the king will be very much difficult. എന്നാൽ ദാവീദ് രാജാവ് അവനെ സംരക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. But David the king decides to protect him. ദൈവത്തിന്റെ ആത്മാവ് ദാവീദിനെ അതിനായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. And God's spirit was using David to that end. നാം ദൈവത്തിന്റെ ദയ കാണിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവഹൃദയം നമ്മിൽ പ്രസാദിക്കുന്നു എന്നുള്ളതാണ്. When we acknowledge God's heart, then God's heart is pleased in us. തബീതയുടെ ജീവിതം നമുക്കറിയാം. We know the life of Tabitha. അവളെ സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. We don't know much details concerning her. ആകപ്പാടെ അറിയാവുന്നത് അവൾ ചെയ്ത മഹത്തരമായ വേലകളാണ്. All we know is the great things that she had done. അവളുടെ കയ്യിൽ ഒരു ചെറിയ സൂചി ഉണ്ടായിരുന്നു. All she had was a little needle in her hand. വലിയ കാര്യങ്ങളൊന്നും അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. It doesn't say that she had much or many things in her hand. ഒരു സൂചിയെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. All she had was a needle. ആ സൂചി കൊണ്ട് അവൾ എന്താണ് ചെയ്തത്? And what did she do with that needle? വലിയ കാര്യങ്ങൾ. She did great things. കുറേയേറെ സഹോദരിമാരെ വിധവമാരെ കരയിച്ചു തബീഥ. She made many widows cry. എന്താ കാരണം? What was the result? അവരെല്ലാം ഇപ്പോൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന കുപ്പായങ്ങളുടെ ഉടുപ്പുകളുടെ പിന്നിൽ ഈ സഹോദരി തബീഥയാണ് ഉണ്ടായിരുന്നത്. Because the reason behind the clothes that they are wearing is this one woman, Tabitha. ആ കാലഘട്ടത്തിൽ വസ്ത്രമെന്നൊക്കെ പറയുന്നത് അമൂല്യമായിരുന്നു എന്ന് വേണം പറയാൻ. In those days, the having clothes to wear was a very rare thing. നമ്മുടെ കർത്താവിന് 4 കൂട്ടം വസ്ത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. Our Lord Jesus had 4 kinds of clothing. കൂടാതെ ഒരു കുപ്പായവും ഉണ്ടായിരുന്നു, അങ്കിയും ഉണ്ടായിരുന്നു. Not only that, he also had a robe. ഈ 4 കൂട്ടം വസ്ത്രങ്ങളും പടയാളികൾ അവിടെ നിന്ന് വീതിച്ചെടുക്കുന്നത് നമുക്ക് കാണാം. And these four pieces of clothing, we see that the soldiers took away from him. അത്ര വിലയുള്ള ഒരു കാലമായിരുന്നു വസ്ത്രത്തിന്. It was that's how much in demand clothes were in those days. ഈ അങ്കി അത് കീറരുത്
എന്ന് പറഞ്ഞാൽ കീറിയാണെങ്കിലും ഓരോ കഷണം കൊണ്ടുപോകാനുള്ള താല്പര്യമുണ്ടായിരുന്ന ഒരു കാലം. People were willing to even use these clothing even if it's torn into 4 pieces. കഴിഞ്ഞ 3.5 വർഷക്കാലം പലസ്തീനയിലൂടെ നെടുകയും കുറുകയും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു അങ്കിയായത്. This is a robe that traveled back and forth through the whole nation, the whole land of ആ Palestine. നാടിന് സുപരിചിതമായ ഒരങ്കി. This is a robe that's very familiar to this land. ഏതോ ഒരു സഹോദരിയുടെ ഹൃദയത്തിൽ കർത്താവായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവളുടെ എല്ലാ ദൗത്യങ്ങളെയും മാറ്റിവെച്ച് ക്ഷീണവും എല്ലാം മാറ്റിവെച്ച് കർത്താവിനെ മുന്നിൽ കണ്ട് അവന് വേണ്ടി നെയ്തെടുത്ത ഒരങ്കിയായിരുന്നു അത്. This is a robe that was made by a woman who had the Lord in front of her, and setting aside all inconveniences, she made this for him. ആ അങ്കിയാണ് ആ കാലഘട്ടത്തിൽ ആ നാട് മുഴുവനും ആളുകൾക്ക് പരിചിതമായിരുന്നത്. And it was this robe that was very familiar to the people of that land. തബിഥയും ആ ചെയ്തതെന്ന് പറയുന്നത് ആളുകളെ കാണുകയായിരുന്നു, അവരുടെ പ്രശ്നങ്ങളെ അറിയുകയായിരുന്നു. And what Tabitha also did was to see people, to see their need. ഒരു വസ്ത്രം നൽകുന്നത് എന്താ? What does it mean to give some clothing to them? എന്താണ് ഒരു വസ്ത്രം നൽകുന്നത്? What is it to give clothing? നമ്മളെല്ലാവരും വസ്ത്രം ധരിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. We all came wearing clothes. എന്താണ് വസ്ത്രം നമുക്ക് നൽകുന്നത്? What does clothing give to us? വലിയ ആത്മധൈര്യമാണ് വസ്ത്രം നമുക്ക് നൽകുന്നത്. It gives us great self-esteem. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, ആളുകളെ അഭിമുഖീകരിക്കുവാൻ ഒക്കെ നൽകുന്ന വലിയ ധൈര്യമാണ് വസ്ത്രം നൽകുന്നത്. It gives us confidence to get out and to meet people. മറ്റുള്ളവരുടെ മുൻപാകെ നമ്മെ നിർത്താൻ ഒരാൾ പിന്നിൽ പണിയെടുക്കുന്നെങ്കിൽ അതിനോളം വലിയ ഒരു ജോലി വേറെ എന്തുണ്ടെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. And what would equal if someone is equal to the work that someone would put to put us in front of others? ചിലരെ ആത്മധൈര്യമുള്ളവരാക്കാൻ നമ്മെ ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ എത്ര വലിയ കാര്യമാണ്. And if someone is used by God to give us confidence to face others, then how great is that work? നമ്മുടെ കർത്താവ് മിക്കവാറും പ്രതിസന്ധിയിൽപ്പെട്ട ഇടങ്ങളിലേക്കെല്ലാം ചെന്നിട്ട് ആദ്യം പറഞ്ഞത് കരയണ്ട എന്നാണ്. Our Lord went to many places where people were distressed and said, "Do not cry." നമ്മളോട് കരയണ്ട എന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? Do we have someone in our lives who would come alongside and say, "Do not cry"? ഒരുപക്ഷെ കരയണ്ട എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉറക്കെ നമ്മൾ കരഞ്ഞെന്ന് വരും. If someone says, "Do not cry," we may cry even louder. എന്നാൽ കരയണ്ട എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൽ വലിയ സാന്ത്വനമുണ്ട്, വലിയ ആശ്വാസമുണ്ട്. When someone comes and says, "Do not cry," there's great comfort, there's great peace in that. കൂടെ കരഞ്ഞാൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? If we cry with them, is there any change? ബഥാനിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് അവിടെ വലിയ കരച്ചിൽ നടത്തുന്നുണ്ട്. When our Lord went to Bethany, he wept bitterly. യഹൂദന്മാരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇവന് ലാസറിനോട് ഇത്രയും വലിയ പ്രിയമായിരുന്നോ എന്ന് ചോദിക്കുകയുണ്ടായി. The Jews saw him and said, "Oh, how much did he love Lazarus?" നമ്മളോട് കൂടെ കരയാൻ ചിലരുണ്ടെങ്കിൽ അതിന് തുല്യം മറ്റെന്തെങ്കിലും ഉണ്ടോ? If there is someone who cries along with us, then is there something more important than that? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് പറയുമ്പോൾ ഒരു വലിയ സാന്ത്വനമല്ലേ അത്? Isn't it much comfort to when we read that we can cast our burdens on the Lord and he will take care of us? തബീഥയുടെ കാലത്തുണ്ടായിരുന്ന അനേക സഹോദരിമാരുടെ, വിധവമാരുടെ പ്രശ്നം ശരിയാമണ്ണം അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി പകലുകൾ അധ്വാനിക്കുകയായിരുന്നു ആ സഹോദരി. Tabitha saw the need of many women, many girls in her day, and she labored day and night for their sake. അവർ ആത്മധൈര്യമുള്ളവരായി മാറി. And they became people of confidence. ദൈവസഭയുടെ ഒരു അംഗം, ഒരു ശിഷ്യ, ഒരു ദൈവപൈതൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന വലിയ കാര്യങ്ങളുടെ ഓർമ്മയിൽ ഒരു നാട് വിതുമ്പി. And the whole land cried as a result, or thinking about the great work that this disciple, this member of the church had done for them. അങ്ങനെയുള്ള ആളുകൾ ഇനി ജീവിച്ചിരിക്കണമെന്ന് ആ സമൂഹം പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു,
ഒരത്ഭുതമുണ്ടായി. അവൾ വീണ്ടും ലോകത്തിന് അനുഗ്രഹമായി മാറി. And the whole community said to Peter, to the Lord, that such a person should live in this community, and a great miracle took place, and she lived again. ദൈവത്തിന് സ്തോത്രം. May God's name be നമ്മുടെ glorified. കർത്താവ് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലേക്ക് വരുമ്പോൾ സകല തേജസ്സിന്റെ സിംഹാസനത്തെങ്കിൽ ഇരുന്നു കൊണ്ട് സകല ജാതികളെയും ന്യായം വിധിക്കുന്ന ഒരു രംഗം നാം വായിക്കുന്നുണ്ട്. 31 മുതലുള്ള വാക്യങ്ങൾ. In Matthew chapter 25, starting at verse 31, we see a scene where the Lord Jesus Christ, sitting on the throne of glory, judges all nations. അവിടെ 6 കൂട്ടം ആളുകളെ കർത്താവ് ആ വേദിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. And there are 6 types of people that the Lord brings to the stage. ആരൊക്കെയായിരുന്നു അത്? Who are those people? വിശപ്പുള്ളവര്, Those who are hungry, ദാഹമുള്ളവര്, those who are thirsty, അതിഥികളായവര്, those who are guests, നഗ്നരായ ആളുകൾ, those who are naked, രോഗികളായ ആളുകൾ, those who are sick, തടവിൽപ്പെട്ടവർ, and those who are ഈ imprisoned. 6 കൂട്ടം ആളുകളെ ആ വേദിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. And these 6 types of people the Lord is bringing forward. ഇത് തേജസ്സിന്റെ സിംഹാസനം വയ്ക്കുന്ന കാലത്ത് സകല ജാതികളെയും തന്റെ മുൻപാകെ കൂട്ടിവരുത്തി ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ലോക ജാതികൾ രാഷ്ട്രങ്ങൾ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്ത്യവിധിയാണെന്നാണ് തിരുവെഴുത്തിൽ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. And what we read concerning that part is that this is the judgment, the final judgment that the Lord would cast to the people, the nations of the earth, in relation to how they treated Israel, his people, in times past. ഞാൻ ആ സത്യത്തിന് എതിരല്ല. I am not opposed to that truth. അത് പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. I completely acknowledge that. അപ്പോൾ തന്നെ But at the same time, നമ്മുടെ കർത്താവിന്റെ ഹൃദയം the heart of our Lord Jesus, ദരിദ്രരോട് എങ്ങനെയായിരുന്നു? how was it in relation to the poor? വിശപ്പുള്ളവരോട് എങ്ങനെയായിരുന്നു? In relation to those who were ദാഹമുള്ളവരോട് hungry, എങ്ങനെയായിരുന്നു? who were thirsty, നഗ്നരോട് എങ്ങനെയായിരുന്നു? who were naked, രോഗികളോട് എങ്ങനെയായിരുന്നു? who were sick, തടവിൽ കിടന്നവരോട് who എങ്ങനെയായിരുന്നു? were imprisoned. ഇതും കൂടെ ഒന്ന് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. It is good for us to consider this thought also. ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ ധാരാളം. In this world there are many who fall into these categories. ഒനസിഫോരസിനെ കുറിച്ച് പൗലോസ് എഴുതുമ്പോൾ അവൻ എൻ്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ തടവിൽ വന്ന് എന്നെ കണ്ടു എന്നാണ് വായിക്കുന്നത്. Concerning Onesiphorus, Paul writes that he was not ashamed of my chains, but he came to visit me. അവൻ പൗലോസിന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിച്ചില്ല. He was not ashamed of the chains of Paul. തന്റെ സാന്നിധ്യം കൊണ്ട് എങ്ങനെ പൗലോസിന് ശക്തി പകരാം, ധൈര്യം പകരാം, സ്നേഹമോ സന്തോഷമോ ആകാമെന്ന് ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിച്ച് ധൈര്യമായ ഒരു നിലപാടാണ് ഒനസിഫോരസ് സ്വീകരിച്ചത്. He determined, Onesiphorus determined in his heart how he can be of ministry and comfort to Paul through his presence. നമ്മുടെ കർത്താവ് മഹാസമ്പന്നനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. Our Lord was a very wealthy person, we read. ആ മഹാസമ്പന്നനായ കർത്താവ് ദരിദ്രനായി തീർന്നുവെന്നാണ് 2 കൊരിന്ത്യർ 8 അധ്യായത്തിൽ നാം വായിക്കുന്നത്. In 2 Corinthians chapter 8 we read that he who was rich was made poor. എങ്ങനെയാണ് അവൻ ദരിദ്രനായത്? How did he became poor? മുഴുവനും നമുക്ക് വേണ്ടി തന്നു. He gave it all for us. അവൻ മരിക്കുന്നതിന് തലേ രാത്രിയിൽ അവന്റെ ശരീരവും അവന്റെ ആ രക്തവും നമുക്ക് വേണ്ടി തന്നു. And the night before he was crucified, he gave us his life and his blood. പിറ്റേ ദിവസം അവന്റെ ജീവനെ കൂടെ നമുക്ക് വേണ്ടി വെച്ച് തന്നു. And the day after he gave his very life for us. അന്ന് തന്നെ പിതാവിന്റെ കയ്യിലേക്ക് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. At the same time he gave up his spirit to the Father. എല്ലാം ഉണ്ടായിരുന്നവൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി. And he who had everything gave up everything and returned to the Father. എല്ലാം നമ്മുടെ കൈകളിലേക്ക് തരികയായിരുന്നു. He is giving it all to us. എന്റെ ശരീരം ഇതാ, Here is my body. എന്റെ രക്തം ഇതാ, എന്റെ ജീവൻ ഇതാ, പിതാവ് എന്റെ ആത്മാവിതാ. And Father, here's my ആ spirit. ക്രൂശിൽ തന്നെയാണ് കർത്താവിന്റെ വസ്ത്രങ്ങൾ 4 പടയാളികൾ പകുത്തെടുത്തതും
ആ അങ്കി ചീട്ടിട്ടെടുത്തത്. And it was on the same cross that his robe was divided, and it was cast. They cast lots and took it. 33 വർഷം കൊണ്ട് ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി കർത്താവ് മടങ്ങുമ്പോൾ And ആകപ്പാടെ കർത്താവിന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് ക്രൂശിൽ നിന്ന് കൈപിടിച്ച് അക്കരയ്ക്ക് കൊണ്ടുപോയ ആ ആത്മാവ് കള്ളൻ മാത്രമായിരുന്നു. And the only possession that he had after living 33 years and ministering here was that one soul that he took with him across the world. നമ്മുടെ ഈ ആയുസ് കൊണ്ട് നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ വാങ്ങിയോ അതെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ ഔദാര്യങ്ങളാണ്. And whatever we attained in this life that we have, they are all blessings that the Lord gave to us. ആ രക്ഷയിലൂടെ കൈവന്ന നന്മകളും അനുഗ്രഹങ്ങളുമാണ്. And these are benefits that we got because of the salvation that he gave us. കാന്തമായ അവനെ നാം മുട്ടിയിട്ടുണ്ടെങ്കിൽ നാമും കാന്തമായി മാറും. ഈ പച്ച ഇരുമ്പ് കാന്തമായിട്ട് മാറും. And if we as iron have come in contact with him being the magnet, we will also become magnetic. സുവിശേഷം നമ്മെ വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്കും ദർശനത്തിലേക്കും നയിക്കുകയാണ്. The gospel will change our mentality and the purpose of our life. കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുമ്പോൾ അനേകർക്ക് നമ്മൾ അനുഗ്രഹമായിട്ട് മാറുകയാണ്. When the Lord takes over full control of our lives, we become a blessing to many. ഇനി എന്തെങ്കിലും കർത്താവിൽ നിന്ന് പ്രാപിക്കണമെന്ന ആഗ്രഹത്തെക്കാൾ ഉപരിയായിട്ട് കർത്താവിന് വേണ്ടി മറ്റുള്ളവർക്ക് എങ്ങനെ അനുഗ്രഹമാകാൻ കഴിയുമെന്ന ഒരു ചിന്ത നമ്മിലൊന്ന് രൂപപ്പെടുകയാണെങ്കിൽ അത് നമ്മളെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കും. And our thought should not be how we can obtain more things from the Lord, but how through us we can do more things for the people around us. അങ്ങനെ ഒരു വലിയ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. And such a great thought should come into our hearts. ഇനിയൊന്നും കർത്താവിങ്കിൽ നിന്ന് എനിക്ക് വേണ്ട. എനിക്ക് ആളുകൾക്ക് എങ്ങനെ ഒരു അനുഗ്രഹമായി എൻ്റെ സാന്നിധ്യം, എൻ്റെ വാക്ക്, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ ഭവനം, എൻ്റെ ശുശ്രൂഷ ഇവയൊക്കെ എങ്ങനെ അനുഗ്രഹമായി മാറ്റാൻ പറ്റും എന്ന ഒരു ചിന്ത നമ്മിലേക്ക് വന്നെങ്കിൽ, This thought that I don't want anything more from the Lord, but how can I be a blessing to others through my possessions, through the things that God has given to us, to others. അവൻ ഇതെല്ലാം നമുക്ക് നൽകി. നമുക്ക് അവന് വേണ്ടി എന്ത് കൊടുക്കാൻ, എങ്ങനെ പ്രയോജനപ്പെടാൻ സാധിക്കുന്നു, അത് നമ്മുടെ ചിന്തയാവട്ടെ. He has given it all for us. How can we give back to him? How can we be a blessing to others? ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for this good time. കർത്താവിന്റെ ഹൃദയപ്രകാരം ജീവിപ്പാൻ ഈ ആയുസ്സിൽ നമുക്കിടയായെങ്കിലെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. And I sincerely wish that we can all live according to his heart. ഒരു പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ആശയങ്ങളോടൊക്കെ ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടായേക്കാം എന്ന് ഞാൻ കരുതുന്നു. And chances are that you may not agree with all the thoughts that I shared here. ഈ കാലങ്ങളിലെല്ലാം എൻ്റെ ഹൃദയത്തെ മഥിക്കുന്ന, ശക്തമായി സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ പങ്കുവെച്ചു. കർത്താവിന് സ്തോത്രം. But these are all things that have been going through my mind, and I've been wrestling with in these days. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May God help us. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. May his name be glorified. ആമേൻ.